ശിവൻ പഞ്ചമുഖനായ ബ്രഹ്മനെ ചതുർമുഖനാക്കിയ കഥയുടെ തുടർച്ചയിലാണ് ശിവന്റെ ഒന്നാം വിവാഹാഘോഷം വരുന്നത്. ബ്രഹ്മാണ്ഡ പാലനത്തിനായി ആദിശക്തി ത്രിമൂർത്തികൾക്കായി ഓരോ അംശാവതാരത്തെ സൃഷ്ടിച്ചു. വിഷ്ണുവിനായി ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി ഉണ്ടായി. ബ്രഹ്മാവിനായി വിദ്യാദേവതയായ സരസ്വതി. ആ ആദിശക്തി തന്നെ സ്വയം പ്രജാപതിയായ ദക്ഷന്റെ മകളായി പിറന്ന് ശിവനിൽ ചേരുമെന്നായിരുന്നു വിധി. പ്രതാപിയായ ദക്ഷപ്രജാപതി ബ്രഹ്മദേവന്റെ ഓമനപുത്രന്മാരിൽ പ്രധാനിയായിരുന്നു. ആദിശക്തിയുടെ ഹിതം പോലെ ദക്ഷൻ ഒരു മകൾ കൂടി ജനിച്ചു. അവൾക്ക് അദ്ദേഹം സതി എന്ന് നാമകരണം ചെയ്തു. ദക്ഷപുത്രിയാകയാൽ അവൾക്ക് ദാക്ഷായിണി എന്നും പേരുണ്ടായി. ആദിശക്തി അവതാരമായ ഈ സതിയാണ് ശിവന്റെ അർദ്ധാംഗിനിയാകേണ്ടതെന്ന വിധിനിയമം നല്ലവണ്ണം തന്നെ ദക്ഷനും അറിവുള്ളതായിരുന്നു. എന്നാൽ തന്റെ ഭൂമിയിൽ ശിവാരാധന തന്നെ നിയമം മൂലം നിരോധിച്ചിരുന്നു ദക്ഷൻ. ശിവൻ തന്റെ പിതാവായ ബ്രഹ്മാവിനോട് അനീതി പ്രവർത്തിച്ചതായി അദ്ദേഹം വിശ്വസിച്ചു. ബ്രഹ്മാവതെല്ലാം മറന്നുവെങ്കിലും മകനോട് മറക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ദക്ഷൻ ഒന്നും മറന്നില്ല. പ്രതികാര ബുദ്ധിയോട് അദ്ദേഹം ശിവാരാധന നിരോധിച്ചു. വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് ആദിശക്തിയായ മകൾ സതിയെ ശിവന് കൊടുക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു. ആ മകൾ വളർന്നു വരവേ ശിവന്റെ നാമം പോലും അവളുടെ കാതിൽ പതിയാതിരിക്കാൻ അദ്ദേഹം കർശനമായി തന്നെ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അതുകൊണ്ടെല്ലാം എന്തു പ്രയോജനം? വിധിയെ തടുക്കാനാകുമോ? എതിർപ്പുകളെയും മൂടിവയ്പ്പുകളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ശിവന്റെ പ്രഭാവം സതിയിൽ പ്രവർത്തിച്ചു തുടങ്ങി. പ്രപഞ്ചങ്ങൾ മുഴുവൻ അതിന് കൂട്ടുനിന്നെങ്കിലും ദക്ഷൻ മാത്രം തന്റെ വാദത്തിലും വാശിയിലും ഉറച്ച് ആ ബന്ധത്തെ എതിർത്തുകൊണ്ടേയിരുന്നു. എന്നാൽ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് സതിയും ശിവനുമായുള്ള വിവാഹം നടക്കുക തന്നെ ചെയ്തു. പുരുഷനും സ്ത്രീയും ശിവനും സതിയും പരസ്പരം പ്രണയബദ്ധരായതോടുകൂടി പ്രജാപതി ദക്ഷന്റെ പിടിവാശിയും ശാസനകളും മുഴുവൻ നിർവീര്യമാകുകയായിരുന്നു. ശിവനും സതിയും ഒന്നിക്കുകയായിരുന്നു. തന്റെ ഇഷ്ടത്തെയും ആജ്ഞകളെയും മറികടന്നുകൊണ്ടുള്ള മകൾ സതിയുടെ വിവാഹം ദക്ഷന് വലിയ അപമാനമായി തോന്നി. ശിവന് മുന്നിൽ തനിക്ക് സംഭവിച്ച തോൽവിയായാണ് ദക്ഷൻ ഈ വിവാഹത്തെ കണ്ടത്. അതുകൊണ്ട് തന്നെ തന്റെ മക്കളിൽ താൻ അളവറ്റ് സ്നേഹിച്ച സതിയെ അദ്ദേഹം അത്രത്തോളം തന്നെ വെറുക്കുകയും ചെയ്തു. എന്നാൽ വിവാഹത്തോടെ തന്റെ പ്രണയസാഫല്യം ഉണ്ടായതായി കരുതി സതി ഏറെ സന്തോഷിച്ചു. കൈലാസത്തിൽ ആ ദമ്പതികൾ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ദക്ഷനിൽ അദ്ദേഹം കൊണ്ടുനടന്ന പക ഒരു വല്ലാത്ത അപകർഷതാബോധമായി, അപമാനബോധമായി വളർന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാവും പകലും സ്വയം നിന്നുരുകി. പ്രതികാരബുദ്ധി അതോടെ ദക്ഷഹൃദയത്തിൽ തലപൊക്കി തുടങ്ങി. അതുകൊണ്ട് തന്നെ തന്റെ പ്രജാപതി സ്ഥാനത്തെ മുൻനിർത്തി ഒരു മഹായാഗം നടത്താൻ ദക്ഷൻ തീർച്ചയാക്കി. 14 ലോകങ്ങളിലുള്ളവരെയും അതിനായി അദ്ദേഹം ക്ഷണിച്ചു തുടങ്ങി. അതുവരെ നടക്കാത്തത്ര ആർഭാടമായി തന്നെ വേണം ആ യാഗം നടക്കാനെന്ന് അദ്ദേഹത്തിന് വാശിയുണ്ടായിരുന്നു. ഒപ്പം ഒരു ഗൂഢലക്ഷ്യവും. ശിവനെയും തന്റെ വാക്ക് ധിക്കരിച്ച് ആ ശിവനെ വിവാഹം കഴിച്ച മകൾ സതിയെയും ഒരു പാഠം പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ ലോകങ്ങളിലുമുള്ളവരെയും ക്ഷണിച്ചിട്ടും മകളെയും അവളുടെ ഭർത്താവിനെയും പരിവാരങ്ങളെയും മാത്രം ദക്ഷൻ യാഗത്തിന് ക്ഷണിച്ചില്ല. ശിവനും ശൈവഭൂതങ്ങളും അടങ്ങുന്ന വലിയ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ജീവിതം നയിച്ചു വരുന്ന സതിയുടെ കാതിലുമെത്തി അച്ഛൻ നടത്താൻ കോപ്പുകൂട്ടുന്ന യാഗത്തിന്റെ വിശേഷങ്ങൾ. അതറിഞ്ഞതു മുതൽ ആ യാഗഭൂമിയിലേക്ക് ചെല്ലണമെന്നും അതിൽ സംബന്ധിക്കണമെന്നും തന്റെ കുടുംബത്തെ കാണണമെന്നുമുള്ള മോഹങ്ങൾ സതിയിൽ വളർന്നു. അച്ഛന്റെ ഗൂഢപ്രവൃത്തികളൊന്നും ആ നിഷ്കളങ്കയായ മകൾ അറിഞ്ഞതേയില്ല. ദക്ഷന്റെ ക്ഷണം സ്വീകരിച്ച് അതിഥികളായ ദേവന്മാർ ഓരോരുത്തരായി യാഗഭൂമിയിലേക്ക് പുറപ്പെട്ടു തുടങ്ങി. യാഗദിനം വരെ അച്ഛന്റെ കൊട്ടാരത്തിൽ നിന്ന് ക്ഷണം വരുമെന്ന് കരുതി ദാക്ഷായിണി മാത്രം കാത്തിരുന്നു. 3 കാലങ്ങളും കൺമുന്നിൽ കാണാൻ കഴിയുന്ന ശിവൻ മാത്രം പേരുപോലെ അചഞ്ചലനായി കാണപ്പെട്ടു. കൂട്ടം കൂട്ടമായി ദേവകളും ഗന്ധർവന്മാരും യക്ഷരും നാഗരും അസുരരും വിദ്യാധരന്മാരും മനുഷ്യരുമെല്ലാം യാഗഭൂമിയിലേക്ക് ഒഴുകി. നല്ല ആതിഥേയനായി ദക്ഷൻ പരിവാരസമേതം ഓടി നടന്ന് അതിഥികളെ വരവേറ്റു. ഇതേ സമയം സതിക്ക് കൈലാസത്തിൽ സ്വസ്ഥതയില്ലാതായി. മറ്റൊന്നുമല്ല, അച്ഛന്റെ രാജധാനിയിലേക്ക് എങ്ങനെയെങ്കിലും പോകണം. എന്നാൽ ലോകരെ മുഴുവൻ ക്ഷണിച്ച അച്ഛനാവട്ടെ മകളെ മാത്രം അവഗണിച്ചിരിക്കുന്നു. അത് മനസ്സിനെ കൂടുതൽ അലോസരപ്പെടുത്തുമ്പോഴെല്ലാം
ഒരച്ഛനും മകൾക്കുമിടയിൽ അത്തരം ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ആവശ്യമൊന്നുമില്ലെന്ന് സതിക്ക് തോന്നി. അങ്ങോട്ട് പോകണം പോകണമെന്ന ആശ അവളുടെ ഹൃദയത്തിൽ അനുനിമിഷം വളർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഭർത്താവിനോട് അനുമതി വാങ്ങി പിതൃഗൃഹത്തിലേക്ക് പോകാൻ തന്നെ സതി ഉറച്ചു. അവൾ ശിവനെ സമീപിച്ച് തന്റെ ആഗ്രഹം വെളിപ്പെടുത്തി. പരമേശ്വരൻ ആ യാത്ര തടയാനാവുന്നത്ര പറഞ്ഞു നോക്കി. ദക്ഷന്റെ മനോഗതം മറ്റാരിലും അധികം ഭഗവാൻ ശിവന് നിശ്ചയമുണ്ടായിരുന്നു. തന്നോടുള്ള പക പോക്കുവാനായാണ് ദക്ഷൻ ഈ യാഗത്തെ കരുവാക്കുന്നത് എന്ന് ശിവനും അറിയാമായിരുന്നു. എന്നാൽ അത്തരം അല്പബുദ്ധികളുടെ കോപതാപങ്ങളെ, അവരിൽ നിന്നുണ്ടാകുന്ന മാനാപമാനങ്ങളെ ഒന്നും മുഖവിലക്കെടുക്കുന്ന കേവല പിറവിയല്ലല്ലോ ശിവൻ. അതിനാൽ തന്നെ അദ്ദേഹത്തിന് അതൊന്നും സാരമുണ്ടായിരുന്നില്ല. എന്നാൽ ഇതിനെയെല്ലാം മറികടക്കാനുള്ള ത്രാണി സതിക്കില്ല എന്ന സത്യം ശിവൻ അറിയാമായിരുന്നു. അവതരിച്ചത് ആദിശക്തിയെങ്കിലും സതിയിൽ മനുഷ്യസഹജമായ ചാബല്യങ്ങൾ എഴുന്നു നിന്നിരുന്നു. തന്റെ സ്വത്വത്തെ അവൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിൽ സതി ദക്ഷനരികിൽ പോകുന്നതൊട്ടും ഭൂഷണമല്ലെന്ന് ശിവൻ അറിയാം. എന്നാൽ സതിയുടെ ഉള്ളിലെ അമ്മയുടെയും അച്ഛന്റെയും ഓമന മകൾ മാത്രം അത് മനസ്സിലാക്കിയില്ല. എന്തിന്റെ പേരിലായാലും ക്ഷണിക്കപ്പെടാത്തിടത്ത് കയറി ചൊല്ലുന്നത് ഏത് നല്ലൊരു ഉദ്ദേശത്തിൽ ചെയ്താലും അതിന്റെ വിപരീത ഫലം മാത്രമേ ഉണ്ടാവൂ എന്ന് ശിവൻ പറഞ്ഞപ്പോൾ അച്ഛനും മകൾക്കുമിടയിൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഉദിക്കില്ലെന്ന് പറഞ്ഞു സമർത്ഥിച്ചു സതി. വിധിക്കടങ്ങി നിൽക്കുന്നവരാണ് ഈശ്വരന്മാരും. ഭക്തരുടെ ദുർവിധികളെ ദൈവങ്ങൾ പലപ്പോഴും മാറ്റിയെഴുതിയ കഥകൾ പുരാണങ്ങളിൽ ധാരാളമുണ്ടല്ലോ. എന്തിനേറെ 16-ാം വയസ്സിൽ മരണപ്പെടാൻ യോഗമുണ്ടായ ഭക്തനായ മാർക്കണ്ഡേയന്റെ വിധിയെ കാലനെ കൊന്നും മാറ്റിമറിച്ച ചരിത്രം പിൽക്കാലത്ത് ഈ പരമശിവന് തന്നെ ഉണ്ടായി. എന്നാൽ തങ്ങളെ ബാധിക്കുന്ന വിധിയെ ദൈവങ്ങൾ സ്വാർത്ഥതയോടെ പരിവർത്തനപ്പെടുത്തിയിരുന്നുമില്ല. ശാഠ്യക്കാരിയായ ആ ദക്ഷപുത്രിക്ക് മുന്നിൽ, നിർണായകമായ ആ വിധിക്ക് മുന്നിൽ ശിവൻ ഒടുവിൽ അയഞ്ഞു. എങ്കിലും കർത്തവ്യബോധത്തോടെ വരുംവരായികളെക്കുറിച്ച് അവസാനമായൊരു മുന്നറിയിപ്പ് കൂടി നൽകി യാഗത്തിന് പോകാൻ സതിയുടെ അഭീഷ്ടം പോലെ അവളെ അനുവദിച്ചു. വൃഷഭവാഹനത്തിൽ കയറ്റിയിരുത്തി അകമ്പടിക്ക് ഭൂതഗണങ്ങളെയും ഏർപ്പെടുത്തി ശിവൻ സതിയെ യാത്രയാക്കി. സന്തോഷത്തോടെ തന്നെയായിരുന്നു സതിയുടെ ആ യാത്ര. വരാൻ പോകുന്ന ദുരന്തം അവൾ അറിഞ്ഞതേയില്ല. വേഗം വീട്ടിലെത്താൻ കൊതിക്കുന്ന കുട്ടികളുടെ മനസ്സായിരുന്നിരിക്കണം അപ്പോൾ അവളുടെ മനസ്സ്. സതിയും സംഘവുമായിരുന്നു യാഗഭൂമിയിൽ ഏറ്റവും അവസാനമായി എത്തിച്ചേർന്നത്. തന്റെ സ്വന്തവും ബന്ധവുമായ പ്രിയജനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവരെയെല്ലാം കണ്ടപ്പോൾ അവൾക്കേറെ സന്തോഷമായി. അവർക്ക് തിരിച്ചും ദക്ഷനെ പോലെ അവർക്കാർക്കും അവളോടോ ശിവനോടോ വൈരാഗ്യം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ സതിയെ കണ്ട ദക്ഷന്റെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു. പക്ഷേ സതി അത് കാര്യമാക്കിയില്ല. തന്റെ കുടുംബത്തിനരികിലേക്ക് അവൾ ആഹ്ലാദത്തോടെ കയറി ചെന്നു. തന്റെ അനിഷ്ടത്തെ മറികടന്ന് ശിവനെ പരിണയിച്ച മകളെ ദക്ഷൻ അവിടെ വെച്ച് അടച്ചാക്ഷേപിച്ചു. ക്ഷണിക്കാതെ കയറി വന്നതിനും പ്രാകൃതനായ ഒരുവനെ ജീവിത പങ്കാളിയാക്കിയതിനും പരസ്യമായി സതിയെ അവിടെ വെച്ച് ശകാരിച്ചു. വേഷം കൊണ്ടും ജീവിതശൈലി കൊണ്ടും വ്യത്യസ്തനായ ശിവൻ ദക്ഷന്റെ കണ്ണിൽ വെറും പ്രാകൃതനായിരുന്നു. സതി ഓർത്തു, ഇതെല്ലാം സംഭവിക്കുമെന്ന് ശിവൻ തന്നോട് കാലേ കൂട്ടി പറഞ്ഞതാണ്. എന്നാൽ വീട്ടുകാരെ കാണാനുള്ള ആവേശത്തിൽ താൻ അതൊന്നും വേണ്ടത്ര മുഖവിലക്കെടുത്തില്ല. എന്നാൽ ഇവിടെ ഇതാ ഭർത്താവ് പറഞ്ഞത് അതേപടി സംഭവിക്കുകയാണ്. എല്ലാ ലോകരും നോക്കി നിൽക്കെ ഏറ്റവും അവജ്ഞയോടെ അച്ഛൻ ശകാരവർഷം തുടരുകയാണ്. സതിക്ക് വല്ലാത്ത അപമാനം തോന്നി. കൊടിയ അപമാനം താങ്ങാനാകാതെ സതി ആദ്യമായും അവസാനമായും തന്റെ യോഗശക്തിയെ ഉണർത്തി ശരീരത്തിൽ അഗ്നി പടർത്തിക്കൊണ്ട് ദാക്ഷായണി നാമം വഹിച്ച തന്റെ ശരീരത്തെ നശിപ്പിച്ചു. കൈലാസത്തിലിരുന്ന് തന്റെ പത്നിയുടെ ദുര്യോഗമറിഞ്ഞ ശിവൻ ക്രുദ്ധനായി. തന്റെ ജട പിഴുതെറിഞ്ഞു. അതിൽ നിന്നും വീരഭദ്രസ്വാമി ഉണ്ടായി. യാഗഭൂമി തകർത്ത് ദക്ഷനെ വധിച്ചു വരാനായിരുന്നു ശിവന്റെ കൽപ്പന. അത് കേട്ട മാത്രയിൽ തന്നെ അവിടെ ചെന്ന് സർവസ്വവും നശിപ്പിച്ചു വീരഭദ്രൻ. ദക്ഷന്റെ ശിരസറുത്ത് ദക്ഷന്റെ യാഗാഗ്നിയിൽ തന്നെ ഇട്ടു.